Good morning, students. നമുക്ക് ഇന്റഗ്രേഷനിലെ കുറച്ച് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. ഇന്റഗ്രൽ x raised to 5 e raised to 1 minus x raised to 6 dx. 5 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് നോക്കാം. നമുക്കറിയാം ഇന്റഗ്രേഷന്റെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിച്ച് ചെയ്യാം. പിന്നെ പല മെത്തേഡുകളാണ്. മെത്തേഡുകൾ ഏതൊക്കെയാണ്? ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക്കൽ എൻറ്റിറ്റീസ്, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. മിക്കവാറും ഇതിൽ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലം ആയിരിക്കും കീമിന് വരിക. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ് ഇന്റഗ്രേഷൻ ബൈ ഏതായിരിക്കും? എക്സ് റേസ് ടു 5 into e raised to 1 minus x raised to 6. ആ ഫംഗ്ഷൻ നമുക്ക് ചെറുതാക്കി മാറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് മനസ്സിലായി. അപ്പൊ എന്തിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? അപ്പൊ അത് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്തിനാണ്? 1 minus x raised to 6 നമ്മൾ t എന്ന് കൊടുക്കും. 1 minus x raised to 6 t കൊടുത്താൽ ഗുണം എന്താണ്? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 6 into x raised to 5 വരും. അപ്പൊ x raised to 5 dx നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 0 minus 6 into x raised to 5 dx. That is equal to dt. അപ്പൊ x raised to 5 dx ന്റെ ആൻസർ എത്ര കിട്ടുന്നേ? -1 by 6 dt. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തില് x raised to 5 dx ന് ഒരു എന്ത് കൊടുക്കാം? -1 by 6 dt കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കാം. ഇവിടെ e raised to 1 minus 6 e raised to t ആണ്. x raised to 5 dx ന് പകരം -1 by 6 dt. അതിൽ -1 by 6 നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പൊ e raised to t dt ആയി. That is -1 by 6 e raised to t ഇന്റഗ്രേഷൻ e raised to t തന്നെയാണ്. Therefore ഇതിന്റെ ആൻസർ എന്താണ്? -1 by 6 e raised to t എന്തായിരുന്നു? 1 minus x raised to 6 plus 6. ഇതിലെ ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ആൻസർ ഏതാണ്? -1 by 6 e raised to 1 minus x raised to 6 plus c എന്നാണ് ഓപ്ഷൻ. ഇതിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി is the correct answer. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഓപ്ഷൻ ബി വന്നിരിക്കുന്നതാണ് -e raised to 1 minus x raised to 6 plus c എന്നാണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. -1 by 6 e raised to 1 minus x raised to 6 plus c. ഇവിടെ നമ്മൾ ചെയ്ത മെത്തേഡ് ഏതാണ്? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്തത്. എന്തിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? 1 minus x raised to 6 ന് നമ്മൾ t എന്ന് കൊടുത്തു. 1 minus x raised to 6 ന് നമ്മൾ t എന്ന് കൊടുത്തു. അങ്ങനെ തന്നിരിക്കുന്ന വേരിയബിൾ x എന്നുള്ള വേരിയബിളിനെ t ലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ t ലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഒരു സിമ്പിൾ ഇന്റഗ്രേഷൻ ആയിട്ട് മാറി. e raised to t എന്നായിട്ട് മാറി. e raised to t നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to t തന്നെ വരും. t ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? -1 by 6 e raised to 1 minus x raised to 6 plus. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് നീങ്ങാം. നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലം അടുത്ത പ്രോബ്ലം ഇന്റഗ്രൽ cos tan x divided by cos square x dx. ഇതിന്റെ ആൻസർ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? tan x, sin tan x plus c. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി എന്താണ്? sin tan x plus c. ഓപ്ഷൻ സി sec tan x plus c. Option D cos x sin tan x plus c. Option E cos square tan x plus. ഇതാണ് ഇതിന്റെ ഓപ്ഷൻസ്. ഇത് എങ്ങനെയാണ് ചെയ്യണം നോക്കാം. ഇവിടെ ഇന്റഗ്രൽ ഓഫ് cos tan x by cos square x dx. cos tan x by cos square x dx നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. cos x നെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ് അതാണ്. ഞാൻ പറഞ്ഞ പല പല മെത്തേഡുകളിലൂടെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുക. ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക്കൽ എൻറ്റിറ്റീസ്, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് tan x ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് tan x ന് t എന്ന് കൊടുക്കുക.
tan x ന് t കൊടുക്കുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? sec square x dx is equal to dt എന്ന് വരും. അപ്പൊ sec square dx ന് വരെ എന്ത് കൊടുക്കാം? dt കൊടുക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? cos tan x into 1 by cos square x നെ എങ്ങനെ എഴുതാം? sec square x dx എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ cos tan x ന് വരെ t കൊടുത്തു into sec square x dx ന് വരെ dt. ഇനി cos t നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? sin t. That is sin t എന്ന് പറഞ്ഞാൽ എന്താണ്? tan x ആണ്. sin tan x plus sin tan x plus a. Option B is the correct answer. ഇവിടെ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത മെത്തേഡ് ഏതാണ്? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തിനാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? tan x ന് എന്ത് കൊടുത്തു? tan x ന് t എന്ന് കൊടുത്തപ്പോ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ sec square x dx എന്ന് വരും. നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള താഴെ കിടക്കുന്ന cos square x നെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ sec square x dx എന്നാവും. ആ sec square dx ന് വരെ ഞാൻ എന്ത് കൊടുത്തു? dt എന്ന് കൊടുത്തു. ഇത് cos t എന്ന് കൊടുത്തു. cos t യുടെ ഇന്റഗ്രേഷൻ സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്. sin t sin of tan x plus c. ഇപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് അടുത്ത പ്രോബ്ലം ആണ് ഇന്റഗ്രൽ sin 2x cos x dx is equal. Option A minus 1 by 3 cos cubed x plus minus 2 by 3 cos cubed x plus 2 by 3 cos cubed x plus c. 1 by 3 cos cubed x plus c. Minus 4 by 3 cos cubed x plus c. അഞ്ച് ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. ഇവിടെ ഇന്റഗ്രൽ ഓഫ് sin 2x cos x dx നമുക്കിത് ഇങ്ങനെ എഴുതാം. ഇന്റഗ്രൽ sin 2x cos x dx. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ് ആണ്. നമുക്ക് sin 2x ന്റെ ഒരു ഫോർമുല എടുത്ത് എന്താണ് sin 2x ന്റെ ഫോർമുല? 2 sin x cos x. ഈ ഒരു ഫോർമുല പഠിപ്പിക്കുന്നത് sin 2x എന്ന് പറഞ്ഞാൽ 2 sin x cos x. ആ ഫോർമുല നമ്മൾ കൊടുക്കുകയാണ്. 2 sin x cos x into cos x dx. That is integral 2 into sin x cos x into cos x എത്രയാണ്? cos square x dx. അപ്പോൾ നമുക്ക് എന്ത് വരും? 2 sin x into cos square x dx. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി നമ്മൾ അപ്ലൈ ചെയ്തു. sin 2x ന് 2 sin x cos x എന്ന ഫോർമുല അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് cos x ന് ഞാൻ t എന്ന് കൊടുക്കുന്നു. cos x. അപ്പൊ cos x ന് t എന്ന് കൊടുക്കുമ്പോൾ മൈനസ് sin x dx എത്ര വരും? dt വരും. അപ്പൊ sin x dx ന് പകരം എന്ത് കൊടുക്കാം? sin x dx എന്ന് പറഞ്ഞാൽ മൈനസ് dt. sin x dx is equal to മൈനസ് dt. അപ്പൊ ഇവിടെ നമ്മള് ഇന്റഗ്രൽ ഇവിടെ 2 into sin x dx ന് പകരം മൈനസ് dt, cos square x ന് പകരം 2 t square sin x dx ന് പകരം മൈനസ് dt. That is minus 2 നമ്മൾ പുറത്തേക്ക് ഇട്ടു. ഇന്റഗ്രൽ t square dt. That is minus 2 into t square നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? t cubed divided by 3. t cubed divided by 3. That is minus 2 into t എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? cos cubed x അല്ലേ? t എന്ന് പറഞ്ഞാൽ cos x ആണ്. അപ്പൊ cos cubed x by. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? minus 2 by 3 cos cubed x plus c. minus 2 by 3 cos cubed x plus c. ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ ബി is the correct answer. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. മൈനസ് 2 by 3 cos cubed x plus c എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരുക. ഇവിടെ നമ്മൾ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചു. ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിച്ചു, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചു.
ഇന്റഗ്രേഷൻ ട്രിഗണോമെട്രി ആയിട്ട് എന്താണ് സൈൻ 2x എന്ന് പറഞ്ഞാൽ 2 sin x cos x എന്ന് കൊടുത്തു. അങ്ങനെ 2 sin x cos x കൊടുത്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത് 2 sin x cos square x dx കിട്ടിയത്. അതിൽ ഞാൻ എന്ത് ചെയ്തു cos x ന് t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ മൈനസ് sin x dx dt കിട്ടി. sin x dx മൈനസ് dt. അത് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നപ്പോ ഈ ഫംഗ്ഷൻ മൊത്തം ടിയിലോട്ട് ഷിഫ്റ്റഡ് ആയി. ടിയിലോട്ട് ഷിഫ്റ്റഡ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമായി. അപ്പൊ ടി സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t³ 3 വരും. ടി എന്ന് പറഞ്ഞാൽ എന്താണ് cos x ആണ്. t³ എന്ന് പറഞ്ഞാൽ എന്താണ് cos³ x/3. അപ്പൊ -2/3 cos³ x + c. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.